ഹായ്, എല്ലാ കൂട്ടുകാർക്കും ബീനാസ് ഈസി ഈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബേക്കിംഗ് ഡിഷാണ് കേട്ടോ. ചിക്കനും കിഴങ്ങും കൂടെ ചേർത്ത് നമ്മൾ ബേക്ക് ചെയ്യുന്ന ഒരു വളരെ നല്ല ഒരു ലഞ്ചിനും ഡിന്നറിനും നമുക്ക് കഴിക്കാവുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഈ രുചികരമായ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ പൊട്ടറ്റോയും കിഴങ്ങും ചേർത്ത് ഗാർലിക് ബട്ടർ ചിക്കൻ ആൻഡ് പൊട്ടറ്റോ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ റെസിപ്പിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 12 കഷ്ണം ചിക്കൻ തൈ, പിന്നെ 8 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങിനെ ഓവനിൽ വെച്ച് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. കാരണം ഉരുളക്കിഴങ്ങിന് ചിക്കനേക്കാൾ വേവ് കൂടുതലാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യുന്ന ആ സമയം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് ഈ പൊട്ടറ്റോ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം ഓവനിൽ വെക്കുന്നതിന് മുൻപ്. അതിനായിട്ട് നമുക്ക് ഒലിവ് ഓയിൽ, ഉപ്പ്, കുരുമുളക് പൊടി, ഈ 3 സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇത്രയും കിഴങ്ങിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നു, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മുടെ വീട്ടിൽ നന്നായി നമ്മൾ ഫ്രഷായി പൊടിച്ച കുരുമുളക് പൊടി, അതും 1 ടീസ്പൂൺ. എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് നമുക്ക് 10 മിനിറ്റ് ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് ചിക്കന് വേണ്ടിയുള്ള മാരിനേഷൻ തയ്യാറാക്കാം, അതിനു വേണ്ടിയുള്ള സോസ് തയ്യാറാക്കാം. ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 2 ടീസ്പൂൺ ഓണിയൻ പൗഡർ, 1 ടേബിൾ സ്പൂൺ പപ്രിക്ക പൗഡർ, 2 ടീസ്പൂൺ ചിക്കൻ ബുള്ളിയോൺ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി, നന്നായി ചിക്കനിൽ എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായി യോജിപ്പിച്ച് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ സോസ് തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ ഡിഷിന് വേണ്ടിയുള്ള ഒരു സോസ് റെഡിയാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് ആൽഫ്രഡോ സോസ് ആണ് കേട്ടോ. ആൽഫ്രഡോ സോസ് ആണ് ഈ ഡിഷിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ സോസ് ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് പാത്രം ചൂടാക്കാം. പാത്രം ചൂടാക്കി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഈ സമയത്ത് നമ്മൾ തീ വളരെ ലോയിൽ വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു 4 നല്ല വലിപ്പമുള്ള അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചെറിയ തീയിൽ ബട്ടറിനകത്ത് 1 മിനിറ്റ് നമുക്ക് ഈ വെളുത്തുള്ളിയെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആ ബട്ടറിനകത്തോട്ട് നന്നായി ഇറങ്ങും. തീ കൂടുതലാണെങ്കിൽ വെളുത്തുള്ളി വേഗം കരിഞ്ഞു പോകും, നമുക്ക് ആ ഫ്ലേവർ കിട്ടത്തില്ല, കരിഞ്ഞൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ തീയിൽ വേണം വെളുത്തുള്ളിയെ നമ്മൾ ആ ബട്ടറിനകത്ത് 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മൈദാപ്പൊടിയാണ് നമ്മുടെ ഈ സോസിന് ആ തിക്നെസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതും നമ്മൾ ചെറിയ തീയിൽ വേണം ഇട്ട് ചൂടാക്കി വേവിച്ചെടുക്കാനായിട്ട്. മൈദാപ്പൊടി നന്നായിട്ട് ആ ബട്ടറിനകത്ത് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അത് 1 മിനിറ്റ് മതിയായിരിക്കും. ചെറിയ തീയിൽ 1 മിനിറ്റ് മൈദാപ്പൊടി നന്നായിട്ട് ആ ബട്ടറിലിട്ട് ഇളക്കുക. നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ കാണാൻ നല്ല ഭയങ്കര ഇങ്ങനെ കട്ടിയായിട്ട് വന്നേക്കുന്നത്. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഇനി ഇതിനകത്ത് ചിക്കൻ ബ്രോത്ത് ആഡ് ചെയ്യും, മിൽക്ക് ആഡ് ചെയ്യും, അങ്ങനെ നമ്മൾ ലിക്വിഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ഈ മൈദാപ്പൊടി അതിലായിട്ട് നന്നായിട്ട് ചേർന്ന് ബ്ലെൻഡ് ആയിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ കട്ടിയാകും, അത് കുഴപ്പമില്ല. അത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് ഒഴിച്ച് കഴിയുമ്പോൾ ശരിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ബ്രോത്ത് ആഡ് ചെയ്യണം. ഞാൻ ഇനി 1 കപ്പ് ചിക്കൻ ബ്രോത്ത് ആണ് ആഡ് ചെയ്യുന്നത്. കണ്ടല്ലോ, ചിക്കൻ ബ്രോത്ത് നമുക്ക് 1 കപ്പ് ചിക്കൻ ബ്രോത്ത് യൂസ് ചെയ്യാം. 1 കപ്പ് ഞാൻ എടുക്കുന്നു. ചിക്കൻ ബ്രോത്ത് ഒഴിച്ച് നല്ലതായിട്ട് നമുക്ക് ഈ നമ്മൾ വേവിച്ച മൈദാപ്പൊടിയെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ തീ ഇച്ചിരി ഒന്ന് കൂട്ടി വെക്കാവേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതാകാൻ വേണ്ടി
ഞാൻ ഇനി അത് മീഡിയം ലെവല് തീയാണ് ഈ സമയത്ത് വെക്കുന്നത്. തീ ലോയിൽ നിന്ന് മീഡിയം ആക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ആ പൊടിയെ ഈ ചിക്കൻ ബ്രോത്തുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് നല്ലതായിട്ട് അത് അറിയാൻ പറ്റും. അത് ആ കട്ടയായിട്ട് കിടന്നതെല്ലാം മാറിക്കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്യാം. ഞാൻ റെഗുലർ മിൽക്കാണ് നമ്മുടെ സാധാരണ മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. 1 കപ്പ് പാൽ ആഡ് ചെയ്യുക. ഇനിയും ഈ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ തീ ഇച്ചൂടെ വേണം ഈ സമയത്ത് ഒന്ന് കൂട്ടി വെക്കാവേ. നമുക്കിതൊന്നും കരിഞ്ഞു പോകാനായിട്ടൊന്നും പേടിക്കാനില്ലല്ലോ. ഓക്കെ, പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിക്കും നന്നായിട്ട് കുറുകി വരും. ഓക്കെ, നല്ലതായിട്ട് തിളച്ച് കുറുകി വരും. ആ കുറുകി വരുന്ന സമയത്ത് നമുക്കിനി ഇതിനകത്ത് ഹെവി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യണം. ആ ഹെവി വിപ്പിംഗ് ക്രീം ആണ് വേറെ ഒരു നല്ലൊരു ഇൻഗ്രീഡിയന്റ്, ഈ സോസിന് നല്ല ടേസ്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. അപ്പോൾ നമുക്ക് ഹെവി വിപ്പിംഗ് ക്രീം അത് നമ്മൾ 1 കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം 1 കപ്പ് അളവാണ്, അതുകൊണ്ട് ഈസിയാണ്. 1 കപ്പ് ചിക്കൻ ബ്രോത്ത്, 1 കപ്പ് റെഗുലർ മിൽക്ക്, 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഓക്കെ, വിപ്പിംഗ് ക്രീമും ചേർത്ത് നമുക്ക് നന്നായി ഇളക്കുക. ഈ സമയത്തൊക്കെ തീ നമുക്ക് മീഡിയം ടു ഹൈ ലെവലിൽ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ചീസ് ആഡ് ചെയ്യണം. പാർമസോൺ ചീസ്, ഇതെല്ലാം ഈ നമ്മുടെ ഈ സോസിന് ടേസ്റ്റ് തരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാർമസോൺ ചീസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. 6 ടേബിൾ സ്പൂൺ ആയാലും 7 ആയാലും കുഴപ്പമില്ല. അതെല്ലാം ഈ സോസിന് നല്ല ടേസ്റ്റ് കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ, ചീസ് കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സോസ് നന്നായിട്ട് തിളച്ച് കുറുകി വരും. നല്ല കുറുകി വരണേ. നമ്മുടെ ഡിഷിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഇത് കുറുകിയിരിക്കുകയും വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഡിഷ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒത്തിരി വെള്ളം പോലെ സോസ് കിടക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ചീസ് ആഡ് ചെയ്തു, നന്നായിട്ട് അത് മിക്സായി. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം, ഉപ്പുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്തില്ല, കാരണം നമുക്ക് ചിക്കൻ ബ്രോത്തിൽ ഉപ്പുണ്ട്, പിന്നെ ചീസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്തില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നത് ചിക്കൻ ബുള്ളിയോൺ പൗഡർ ആണ്. അപ്പൊ ചിക്കൻ ബുള്ളിയോൺ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉപ്പും കിട്ടും, എന്നാൽ സോസിന് ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. ഓക്കെ, ഞാനിപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, എനിക്ക് ഇച്ചിരിയുടെ ഉപ്പ് വേണമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ചിക്കൻ ബുള്ളിയോൺ പൗഡർ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഉപ്പ് കൂടത്തുമില്ല, എന്നാൽ നമ്മുടെ സോസിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഓക്കെ, 2 ടീസ്പൂൺ ചിക്കൻ ബുള്ളിയോൺ പൗഡർ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് ഇപ്പം നമ്മുടെ സോസ് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് മേക്ക് ഷുവർ ചെയ്താൽ മതി, നന്നായിട്ട് കുറുകി വരണം. ഓക്കെ, ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു, എൻ്റെ സോസ് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നമ്മുടെ പൊട്ടറ്റോ ഓൾറെഡി 10 മിനിറ്റ് കൂടുതലായി. ഇപ്പം ഓവനിൽ തന്നെ ഞാൻ വെച്ചേക്കുമായിരുന്നു. ഓൾറെഡി അത് 10 മിനിറ്റ് കൂടുതൽ കുക്ക് ആയിട്ടുണ്ട്. ഞാൻ ഓവൻ ഓഫ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഈ പൊട്ടറ്റോയുടെ മുകളിലേക്ക് നമ്മുടെ ചിക്കന്, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നിരത്തി വെക്കാം. ഓക്കെ, നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനെ ഞാൻ എടുക്കുന്നു. ഇനി ഇതിനെ നമുക്ക് പൊട്ടറ്റോയുടെ മുകളിലേക്ക് പറ്റുന്ന രീതിയിൽ അടുക്കി വെക്കുക. ഇപ്പൊ ചിക്കൻ എല്ലാം ഞാൻ അടുക്കി വെച്ചു. ഇനി നമ്മൾ ഈ സോസിനെ അതിന്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ മേക്ക് ഷുവർ ചെയ്യണം ആ സോസ് നല്ല കുറുകിയ സോസ് ആണെന്നും, പിന്നെ അത് നമ്മുടെ ബേക്കിംഗ് ഡിഷിൽ എല്ലായിടത്തും ഫുൾ ചിക്കനെ കവർ ചെയ്ത് ആ സോസ് വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ സോസ് എല്ലാം ഞാൻ ഫുൾ സോസും ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഈ ഫുൾ ട്രേയെ നമുക്ക് ഓവനിൽ വെച്ച് 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, 30 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് ഓവനിൽ നിന്ന് പുറത്തെടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഡിഷ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല ചിക്കൻ എല്ലാം നന്നായിട്ട് കുക്കായിട്ട്, പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഓക്കെ,
30 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ വേണമെന്ന് തോന്നിയാൽ 35 40 മിനിറ്റ് വെക്കാം. അത് ഓരോ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെയും പൊട്ടറ്റോയുടെ ഒക്കെ അനുസരിച്ചിരിക്കും. നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വളരെ രുചികരമായ ഡെലീഷ്യസ് ആയിട്ടുള്ള ഗാർലിക് ബട്ടർ ചിക്കൻ ആൻഡ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് പറയണേ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, നിങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുക, സന്തോഷമായി ഇരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.